ഓ ഇതായിരിക്കും നല്ലത്. ഈ ടിപ്പുണ്ടെങ്കിൽ കാര്യം നടക്കൂടാ. എടാ ഇങ്ങോട്ടൊന്ന് നോക്കിയേ. ഇത് എപ്പോഴും ഞാൻ ചെയ്യാറുണ്ടാ. അയ്യോ ഇതുകൊണ്ട് പരീക്ഷയ്ക്ക് പോലടാ. ഓ പഠിച്ചു നന്നായി. എക്സാമിന് അടിപൊളിയായിട്ട് എഴുതാലോ. ഇതാണോടാ സീക്രട്ട്. ഈ ഇങ്ക് ചലഞ്ചില് ആര് ജയിക്കും? എടാ ആരൊക്കെയാ പാർട്ടിസിപ്പൻസ്? ചെസ് നമ്പർ 1 നമ്മുടെ 80-ലെ മഷിപ്പേന. ചെസ് നമ്പർ 2 ബോൾ പേന. ചെസ് നമ്പർ 3 ന്യൂജൻ ജെൽ പേന. ഇതില് ജയിക്കുന്നവനെ അടുത്ത ചലഞ്ചിൽ വിടും, അങ്ങനെയല്ലടാ? അത് തന്നെ. ആദ്യം മഷിപ്പേനയും ബോൾ പേനയും ഏറ്റുമുട്ടട്ടെ. എടോ രണ്ട് കട്ടയ്ക്ക് പിടിച്ചേക്കുവാണല്ലോ. ദേണ്ടാ മഷിപ്പേനയുടെ മഷി വിടുന്നു. ഇവനെ ഔട്ടാക്ക്. ജെൽ പേന എടുക്കടാ. ബോൾ പേന ഞങ്ങൾ തറ പറ്റിക്കാം. ജൽപ്പേന കിടുവായിട്ട് എഴുതുന്നുണ്ടല്ലോ. ഓ എഴുതുന്നതിന്റെ പുറകില് പിന്നെ എഴുതാൻ പറ്റൂല. അപ്പിനി ഒന്നും നോക്കാനില്ല. ഇങ്ക് ചലഞ്ചില് ബോൾ പേന വിജയിച്ച് 1 പോയിന്റ് ആയിട്ട് മുന്നിട്ട് നിൽക്കുന്നു. സെക്കൻഡ് ചലഞ്ചിന് ഒരു സീക്രട്ട് സംഭവം വേണം. എന്നാടാ ഇത്? ഇത് എയിം മെഷീൻ അല്ലേ? ഞാനിവിടെ പേനയൊന്ന് തൂക്കി നോക്കുക. നമ്മള് പരീക്ഷ എഴുതുമ്പോ കുറെ നേരം എടുക്കൂലേ? കനമുള്ള പേന കൊണ്ട് എഴുതിയ ഊപ്പാടിളകും. അങ്ങനെയാണെങ്കിൽ മഷിപ്പേനനെ ആദ്യം ഔട്ടാക്ക്. ജൽപ്പേനയും ബോൾ പേനയും ഒരേപോലെ ആണല്ലോടാ വന്നേ. ഓ അതിനെന്താ, ഇനിയിപ്പൊ എല്ലാത്തിന്റെ നീളം കൂടി നോക്കിയാ എന്തായാലും ഒരെണ്ണം ഔട്ടാവും. ഓ അടുത്തത് കയ്യേഷം നോക്കുവാണല്ലേ. ഞാൻ പറയാൻ തുടങ്ങുമായിരുന്നു. ഈ ഗ്രിപ്പില്ലാത്ത മഷിപ്പേന കൊണ്ട് എഴുതാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതല്ലേലും ശരിയാ. ഗ്രിപ്പില്ലാത്ത പേന കൊണ്ട് പോയാ പരീക്ഷ എഴുതാൻ പോയിട്ട് കൈ വേർത്തിട്ട് മര്യാദക്കൊന്നും എഴുതാൻ പോലും പറ്റില്ല. ടെൻഷനൊട്ടും ഇല്ലാത്തോണ്ട് കൈയൊട്ടും വീർക്കത്തും ഇല്ലായിരിക്കും. ഈ പ്രാവശ്യം പരീക്ഷയ്ക്ക് കൂടുതൽ എഴുതാനുള്ളതുകൊണ്ട് ഗ്രിപ്പുള്ള പേന കൊണ്ട് പോയാ മതി കേട്ടോ. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ചലഞ്ച്. ഇതിലല്ലേ പേനയുടെ നിബ് നോക്കുന്നേ. എനിക്ക് 0.5 ഉള്ളത് ഇഷ്ടം. അതാവുമ്പോ നൈസായിട്ട് എഴുതാൻ പറ്റും. അതുകൊണ്ടങ്ങ് ചെല്ല്. ടീച്ചർമാർക്ക് വായിക്കാൻ പറ്റിയില്ലെങ്കിൽ ആനോട്ട് വന്നിടും. അയ്യോ അപ്പൊ ഇനി ഏതാണ് കൊണ്ടുപോണ്ടേ? എടാ ഒരു മീഡിയം പിടിക്കുന്ന നല്ലത്. അതാവുമ്പോ തെളിച്ചവും കിട്ടും, മാർക്കും കിട്ടും. പിന്നെ ഒരു സീക്രട്ട് പറയട്ടെ. പറ. പുതിയ പേന ഒരിക്കലും പരീക്ഷയ്ക്ക് പോയേക്കല്ലോ. പഴയ പേന ഉണ്ടായിരിക്കലും പരീക്ഷയ്ക്ക് പോടാ. എടാ പേന മേടിച്ച് 2-3 ദിവസം എഴുതിയിട്ട് കൊണ്ടുപോവാണെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ട് പരീക്ഷ എഴുതാം. ദേ പോണേന് മുമ്പ് ഒരു എക്സ്ട്രാ ടിപ്പ് കൂടി പിടിച്ചോ. ഞാൻ ഈ പറയാൻ പോകുന്ന ഹാൻഡ് എക്സസൈസ് ചെയ്യുവാണെങ്കിൽ അറിയാവുന്ന കാര്യം പെടേന്ന് എഴുതി വെക്കാം. കൈ ദേ ഇതുപോലെ കോർത്ത് പിടിച്ചൊന്ന് വലിക്കുക. എന്നിട്ടൊരു കുടച്ചിലും പിന്നെ ഒരു ബോള് കയ്യിലുണ്ടെന്ന് വിചാരിച്ച് കൈ അടയ്ക്കുകയും തുറക്കുകയും ഒക്കെ ചെയ്യുക. ഇത് ഞാൻ ഇടയ്ക്ക് ചെയ്യുന്നടാ. പിന്നെ ഇതുപോലെ വിരളി തൊട്ട് കളിച്ചാ മണിയായിട്ട് എഴുതാം. ഓ സംഭവമൊക്കെ മനസ്സിലായി. എന്നാ ഞാനൊരു പേന സെലക്ട് ചെയ്യട്ടെ. അപ്പൊ ഗ്രിപ്പുള്ള മീഡിയം ആയിട്ടുള്ള ബോൾ പെന്ന് കൊണ്ട് പോണം അല്ലേടാ? പിന്നെ എളുപ്പത്തിൽ എങ്ങനെ പഠിക്കാന്നും കൂടി പറഞ്ഞു കേട്ടോ. അപ്പൊ നീ പഠിക്കാതെയാണോടാ പേന തപ്പാനിരുന്നേ? അപ്പൊ പറഞ്ഞ കാര്യമൊക്കെ കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ഇനി ഒന്നും നോക്കാനില്ല. അടിപൊളിയായിട്ട് പോയി എക്സാം എഴുതിയിട്ട് വാ. അപ്പൊ ഓൾ ദ ബെസ്റ്റ്.